അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണം. എന്നാലേ ഒരു 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 ഫ്രഷ്നെസ്, ഒരു കിക്ക് കിട്ടത്തുള്ളൂ. ലൈക്ക് എന്താ പറയണ്ടേ, ദിവസത്തിനൊരു കിക്ക് കിട്ടണമെങ്കിൽ ചായ കുടിക്കണം. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒരു ഗ്ലാസ് ചായ അത് മസ്റ്റാണ് കേട്ടോ. അത് വൈകിട്ട് കുടിച്ചില്ലെങ്കിലും എനിക്ക് രാവിലെ ചായ വേണം. പിന്നെ നമ്മൾ നേരെ ഇടിയപ്പത്തിൻ്റെ പരിപാടിയിലോട്ട് കടന്നു. എന്നൊക്കെ ലോങ് വീഡിയോസ് എടുത്തിട്ടുണ്ടോ അന്നൊക്കെ ഇവിടെ ഇടിയപ്പമാണ്. കൂടുതലും ഇടിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഞാൻ വേറൊന്നും ഉണ്ടാക്കുമ്പോൾ വീഡിയോസ് എടുക്കുന്നില്ലേ ദൈവമേ. അത് പോട്ടെ. അങ്ങനെ നമ്മൾ ഇടിയപ്പം വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചു. അപ്പോഴേ കൈയിട്ട വിവരം അറിയുന്നുള്ളതുകൊണ്ട് ഞാനത് അടച്ചു വെച്ചു, കുറച്ച് കഴിയട്ടെന്ന് വെച്ച്. പിന്നെ നമ്മുടെ അച്ഛന് ചെറിയൊരു എന്താ പറയണ്ടേ, ശരിയാവുന്നില്ല, അത് ടൈറ്റ് വരുന്നില്ലത്. അതുകൊണ്ട് അത് അപ്പുറത്ത് വല്യമ്മച്ചിയുടെ നമ്മൾ അച്ഛൻ വാങ്ങിച്ച് നമ്മൾ വീണ്ടും അപ്പോഴത്തേക്കും ഒരുവിധം തണുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അതങ്ങ് കുഴച്ചു. കറി ഇന്നലത്തെ കിഴങ്ങറി ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കറി വയ്ക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഇന്നലത്തെ കറി അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നുകൂടെ പൊക്കോളും. അങ്ങനെ പോയി. പിന്നെ ഞാൻ ചടപടയെന്ന് അതങ്ങ് കുഴച്ച് വെച്ചു. കുഴച്ചൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കുഴച്ച് വെച്ചു. കാശിക്കൂട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് അങ്ങ് കുഴച്ച് വെച്ചാൽ പരിപാടി അങ്ങ് തീരും. ഒരു എന്താ പറയുക, ഒരു തമാശയുടെ പുറത്ത്, അല്ലെങ്കിൽ ഒരു കുറേ നാളത്തെ ആഗ്രഹം തീരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു യൂട്യൂബിലൊരു ഷോർട്സ് അങ്ങ് ഇട്ടു. അപ്പോഴത്തേക്കും അയ്യോ, അത് കുറച്ച് പേര് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോഴേ എന്താ പറയണ്ടേ, അതുവരെ നമുക്ക് എന്തെങ്കിലും വിഷമമോ ടെൻഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരു 10 പേര് കാണുമ്പോഴോ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. 10 പേര് കണ്ടാലും മതി, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇടുന്നതൊരു നമുക്കറിയാത്ത 10 പേര് കണ്ടു, അവർ നമ്മുടെ ഫാമിലി മെമ്പറായി, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ്. എനിക്കൊരുപാട് സന്തോഷം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമുക്ക് മീൻ വറുക്കാനുണ്ടായിരുന്നു, അതും വറുത്തിട്ട് ഇടിയപ്പം. എനിക്കറിയത്തില്ല, എനിക്ക് എപ്പോൾ പീച്ചുമ്പോഴും ഈ താടിയിലിൻ്റെ അവിടെ വെച്ച് അതിങ്ങനെ കറക്കണം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അതെൻ്റെ ഒരു വാക്കാണ്. പക്ഷെ അത് അടയ്ക്കാൻ ഞാൻ കുറേ പാടുപെട്ടു. അപ്പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് അതിന് എന്തോ ഒരു ടാക്കുണ്ടായിരുന്നു, എനിക്കത് ഒരു തരത്തിൽ കിട്ടുന്നില്ല. ഞാൻ പിന്നെ ദൈവമേ ഇതിന് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, നമ്മുടെ തൊട്ട് ഉപയോഗിക്കാനും പറ്റുന്നില്ല. പിന്നെ എന്തായാലും ഏതോ ഒരു നാക്കി പിടിച്ചപ്പോഴത്തേക്ക് അതങ്ങ് ശരിയായി. ഞാൻ ഇടിയപ്പവും പീച്ചി എന്താ പറയണ്ടേ, അത് അടപ്പേ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ സെറ്റാക്കി. നമുക്ക് പിന്നെ ഇവിടെ മിക്കവാറും ചക്കയുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നായാലും ഇവിടെ ആയാലും അപ്പുറം വല്യമ്മച്ചിയുടെ അവിടുത്തെ ഇതായാലും എവിടെന്നെങ്കിലും നമുക്ക് ഒരാഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് ചക്ക കിട്ടും. മാത്രമല്ല ചക്ക ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക. അങ്ങനെ ഈ തേങ്ങ തിരുകുമ്പം ലാസ്റ്റ് പോർഷൻ എനിക്ക് ചിരവയിലിട്ട് തിരികെ വരത്തില്ല, പക്ഷേ സ്പൂണിട്ട് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോഴത്തേക്കും ഫുൾ തേങ്ങ ഇങ്ങ് വരും. എളുപ്പമാണ്, പെട്ടെന്ന് പണിയും തീരും. അങ്ങനെ പിന്നെ നമ്മളെപ്പോഴും കുക്കറിലാണ് ചക്ക വെക്കുന്നത്. ചക്ക കുക്കറിൽ വെക്കുമ്പോഴത്തേക്കും പണി ഷടേന്ന് അങ്ങ് തീരും. ചക്ക വേവുകയും ചെയ്യും, എല്ലാം കുഴന്നാക്കാൻ നമുക്ക് പാടുമില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുക്കറിൽ ചക്കയും കൂടെ വെച്ചു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ രാവിലെ തന്നെ മീൻകറി അങ്ങ് സെറ്റാക്കിയായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു. ചോറ്, ചക്ക, മീൻകറിയുണ്ട്, മീൻ വറുത്തതുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ എല്ലാം കഴിഞ്ഞു, എല്ലാ പരിപാടിയും തീർന്നു അവിടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടണം കേട്ടോ. എങ്കിലല്ലേ വരുന്ന വീഡിയോയിൽ എനിക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. എനിക്കറിയില്ലല്ലോ എന്തൊക്കെ തെറ്റാണ് ഞാൻ വരുത്തുന്നതെന്നൊന്നും. അപ്പോൾ സീ യു ഓൾ, ലവ് യു, ടാറ്റാ, ബൈ ബൈ.